ഹലോ ഡിയേഴ്സ്, +1 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനുവേണ്ടി കാൻഡിഡേറ്റ്സ് ആദ്യമായിട്ട് അവരൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് അവർക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കിട്ടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് ജില്ലയിലേക്കുള്ള ഏത് ഡിസ്ട്രിക്റ്റിലേക്കുള്ള ആപ്ലിക്കേഷനാണ് സമർപ്പിക്കുന്നത് എന്നുള്ളത് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പാലക്കാടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പാലക്കാട് സെലക്ട് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ്റെ ഒരു വിൻഡോ വിസിബിൾ ആവുന്നതായിരിക്കും. ഇതിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് നൽകുന്നതിലൂടെ നമുക്കൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനുള്ള പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് SSLC സ്കീം, ഒരു ഗ്രേഡ് 10th ഏത് സ്ട്രീമിലാണ് അവർ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കോഡായിട്ട് കൊടുക്കുന്ന SSLC 2025-26 എന്നുള്ളതുണ്ട്. അതേപോലെ തന്നെ 2007 to 2025 വരെ രണ്ടാമത്തെ ഒരു കോഡുണ്ട്. THSLC ഉണ്ട്. അതേപോലെ തന്നെ CBSE പഠിച്ചിട്ടുള്ള കുട്ടികൾ CBSE എന്നുള്ള 4th ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ഇതിൽ നിങ്ങൾ ഏതാണോ പഠിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് CBSE സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പറായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും. ആ രജിസ്റ്റർ നമ്പർ നിങ്ങൾ അവിടെ നൽകുക. അതിൻ്റെ തൊട്ട് താഴെ ആ സെയിം നമ്പർ തന്നെ താഴേക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൺഫേം രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് നെയിം, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലൊക്കെ നിങ്ങൾ SSLCക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലൊക്കെ ഉള്ള അതേ നെയിം അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ബ്ലോക്ക് ലെറ്റേഴ്സിലായിട്ട് അവിടെ നൽകുക. അതേപോലെ തന്നെ കൺഫേം കാൻഡിഡേറ്റ് നെയിം ഒരിക്കൽ കൂടി നിങ്ങളത് കൺഫേം ചെയ്ത് കൊടുക്കുക. പിന്നെ മന്ത് പാസ്, നിങ്ങൾ ഏത് മാസത്തിലാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത് എന്നുള്ളവർ കൊടുക്കുക. അതേപോലെ തന്നെ ഇയർ ഓഫ് പാസ് 2026 കൊടുക്കുക. പിന്നെ കാൻഡിഡേറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, സെക്കൻഡ് വൺ കൺഫർമേഷൻ, എല്ലാത്തിനും ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം നെക്സ്റ്റ് ഇതിൽ അത് കൺഫേം ചെയ്ത് കൊടുക്കുന്നു. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. നമ്മൾ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ കാൻഡിഡേറ്റ്സിനെ വിളിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അത് കറക്റ്റായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ, എങ്ങനെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്, സെൽഫായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്കൂളുകളിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കും, അതുവഴി നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അക്ഷയ സംവിധാനങ്ങൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇതാക്കാം. ഇവിടെ ജസ്റ്റ് സെൽഫ് എന്നതാക്കുന്നു. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ദ കോഡ് സ്റ്റോൺ, ഇവിടെ താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ക്യാപ്ച കോഡ് അവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ അതേപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതായിരിക്കും. OTP പ്രോസസ്സ് കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് മെസ്സേജ് ആയിട്ട് ലഭിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും hscap.kerala.gov.in എന്നുള്ളതിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ഏത് ഡിസ്ട്രിക്റ്റിലോട്ടാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിലൂടെ ഓൺലൈനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.